വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തെ ആസ്പദമാക്കി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ അടുത്തതായിട്ട് പറയുന്നത്, ആരിൽ വിശ്വസിക്കണം? ഈ ഹൃദയം കലങ്ങും, ഹൃദയം ഭാരപ്പെടും. അപ്പോൾ ആരിൽ നമ്മൾ വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കണം എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് എന്നിലും വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഇത് ഒരു വാക്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് നമ്മളെ ചേർക്കുവാനായിട്ട്, സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കുവാനായിട്ട് പോയതുപോലെ തന്നെ വീണ്ടും വരും. അതുകൊണ്ട് നമുക്ക് ഈ ലോക ജീവിതത്തിൽ കഷ്ടനഷ്ട ശോധനകളുണ്ടായാലും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആരിൽ വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കണം. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവ് നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശുവിനോട് അപ്പം തോമസ് പറയുന്നതിന് ഉത്തരം പറയുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. അപ്പം വഴിയെ കുറിച്ചൊക്കെ തോമസ് പറയുമ്പോഴും കർത്താപ്പച്ചൻ പറയുന്നത് തന്നെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ ഇതിനകത്ത് 2 വാക്യം ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ നല്ല വാക്യമാണ്. ഇന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. പീലിപ്പോസ് അവനോട്, ആദ്യം തോമസ് പറഞ്ഞു, ഇനി പീലിപ്പോസ്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലയോ പീലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പീലിപ്പോസിനോട്. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചതുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ഇനി അടുത്തത് ഒരു വാക്യമാണ്. ആ വാക്യം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്താ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നിടത്തൊക്കെ പിതാവ് പുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തു. അപ്പോൾ നമ്മൾ 10 കൽപ്പനകളുണ്ട്. ആ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കത് പഠിപ്പിക്കാൻ സാധിക്കും. പുറപ്പാട് പുസ്തകത്തിനകത്തുണ്ട്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. അപ്പം ഈ ആത്മാവിനെ നൽകി തരുന്ന ആരാണ്? അത് ദൈവമാണ്. ഈ ആത്മാവിനെ മതി നമ്മുടെ ദൈവത്തിന്. ആത്മാവിനെ നമ്മൾ നേടിയെടുക്കണം, നമ്മുടെ തന്നെ നേടിയെടുക്കണം, മറ്റുള്ളവരുടെ ആത്മാവിനെ കൊണ്ട് നമ്മൾ നേടിയെടുക്കണം. നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ പോകണം, അതേപോലെ മറ്റുള്ളവരെയും കൂടെ നമ്മൾ കൊണ്ടുപോകണം. അതിന് നമ്മൾ അവരെ ഒരുക്കി തീർക്കണം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഉണ്ടോ? ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. എനിക്ക് ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാവർക്കും സാധിക്കും, പറയാൻ സാധിക്കും. നമ്മൾ പറയും, എനിക്ക് മാതാവുണ്ട്, എനിക്ക് പിതാവുണ്ട്, എനിക്ക് സഹോദരങ്ങളുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ഹസ്ബൻഡുണ്ട്, ഇങ്ങനെ നമ്മൾ പറയും, എൻ്റെ 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 എന്ന് പറയും. ഇനി എൻ്റെ പിതാവ് എനിക്ക് സ്വർഗത്തിലുണ്ട് എന്ന് എല്ലാവർക്കും പറയാൻ സാധിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എന്നെ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യണം. ഈ 14-ാം അധ്യായത്തിൽ തന്നെ വാക്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റിയ വാക്യങ്ങളൊക്കെ കാണാതെ പഠിക്കണം. എന്നെ കേൾക്കുന്ന എല്ലാവരെയും
എൻ്റെ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എന്നെയും ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്ന എല്ലാവരെയും ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം അതാതിടങ്ങളിൽ പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലസ് യു.